ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളുടെ +2 അക്കൗണ്ടൻസിയിലെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ, ക്രിസ്മസ് എക്സാമിൻ്റെ. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരുന്നു അല്ലേ. വളരെ ഈസി ആയല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. പ്രിയ, എ പാർട്ട്ണർ ഇൻ എ ഫേം, ഹാസ് എ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് ₹80,000. ഓക്കെ, പ്രിയ ഒരു ഫേമിലെ പാർട്ട്ണറാണ്. അവരുടെ ക്യാപിറ്റൽ ബാലൻസ് 80,000 ആണ്. 1 April 2021. ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 April 2021 അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80,000 ആണ്. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ആൻ അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് ₹20,000 ഓൺ 1 August 2021. 2021 August 1 20,000 രൂപ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പ്രിയ ഫോർ ദ ഇയർ എൻഡഡ് 31st March 2022 ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് 9% പെർ ആനം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു? 80,000 ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 80,000 മുകളിൽ 9% നമ്മൾ ഇൻട്രസ്റ്റ് കാണുമ്പോൾ 72,000 ആണ്. ആ ഒരു പെർട്ടിക്കുലർ 7,200 റുപ്പീസാണ് 80,000 മുകളിലുള്ള എന്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് മാത്രമാണോ ഉണ്ടായിരുന്നത്? അല്ല. എന്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു? 1 August അല്ലെ, എന്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു 20,000. അപ്പോൾ അതിലേക്കുള്ള ഇൻട്രസ്റ്റും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയാലോ, 20,000 ഇൻറ്റു 9% ഇൻറ്റു 8/12. എന്തുകൊണ്ട് 8/12 ആയത്? ഓഗസ്റ്റിനല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ഓഗസ്റ്റ് 1 മുതലൊന്ന് കൂട്ടി നോക്കിയേ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ, അങ്ങനെ 8 മാസം. അതുകൊണ്ടാണ് 8/12 കൊണ്ട് ഡിവൈഡ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഒരു 1,200 കൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എങ്ങനെയാണ്? ആദ്യത്തെ 7,200 പിന്നെ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ 1,200, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്ന 8,400 ആണ് പ്രിയയ്ക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്ലിയർ അല്ല മക്കളെ? നല്ലോണം തന്നെ പഠിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ എക്സാമിനും ആനുവൽ എക്സാമിനൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഡ്യൂ കെയർ കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. ശരിയല്ലേ? ഓക്കെ, ഇനി 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു ചോദ്യം നോക്കാം. ഗഫൂർ ആൻഡ് ഗണേഷ് ആർ പാർട്ട്നേഴ്സ് 3:2. ഗണേഷും ഗഫൂറും ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവർ 3:2 എന്നുള്ള റേഷ്യോയിലാണ് അവരുടെ ലാഭം വീതം വയ്ക്കുന്നത്. അവരെന്ത് ചെയ്തു? അവർ ജോർജിനെ പുതിയൊരു പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്തു. 1/6 ഷെയറിനാണ് അഡ്മിറ്റ് ചെയ്തത്. ആൻഡ് അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് അവരുടെ ഓൾഡ് റേഷ്യോ, അതായത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? ഗഫൂറിൻ്റെയും ഗണേഷിൻ്റെയും അത് 3:2 ആയിരുന്നല്ലേ. ഓക്കെ, ജോർജിൻ്റെ ഷെയർ എത്രയാണെന്നാണ് പറഞ്ഞത്? 1/6. അപ്പോൾ റിമൈനിങ് ഷെയർ എത്രയായിരിക്കും? ജോർജിൻ്റെ പുതിയ ഷെയർ തന്നിട്ടുണ്ട് 1/6. അപ്പോൾ റിമൈനിങ് ഷെയർ എത്രയാണ്? 1 - 1/6, ദാറ്റ് ഈസ് 5/6 ആണ് റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിമൈനിങ് പോർഷൻ ആർക്കുള്ളതാണ്? അത് നമുക്ക് നിലവിലുള്ള ഗഫൂറും ഗണേഷിനും കൂടി ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു 5/6 പോർഷനാണ് ഗഫൂറും ഗണേഷും ഇനി ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ടു ബി ഷെയർഡ് ബൈ ഗഫൂർ ആൻഡ് ഗണേഷ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. അവരുടെ ഓൾഡ് റേഷ്യോ നമുക്കറിയാം. എത്രയാണ് അവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത്? അവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പോൾ ഈ റേഷ്യോയിൽ വേണം അവരത് എന്ത് ചെയ്യുക? 5/6 നിന്ന് ആ പോർഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാം? ഗഫൂറിൻ്റെ ന്യൂ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് റിമൈനിങ് പോർഷൻ്റെ ഗഫൂറിൻ്റെ ഓൾഡ് റേഷ്യോനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയാണ്? റിമൈനിങ് പോർഷൻ എത്രയാണ്? 5/6. ആ 5/6 ഇൻറ്റു ഗഫൂറിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 3/5. ഓക്കെ, അപ്പോൾ 3/5ഉം 5/6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന 15/30 ആണ് ഗഫൂറിൻ്റെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഗണേഷിൻ്റെ പുതിയ റേഷ്യോ എങ്ങനെയാണ്? ഇതേപോലെ തന്നെ 5/6ൻ്റെ, അതായത് റിമൈനിങ് പോർഷൻ ഇൻറ്റു ഗണേഷിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 2/5. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന 10/30 ആണ് ഗണേഷിൻ്റെ പുതിയ ഷെയർ. പിന്നെ ജോർജിൻ്റെ പുതിയ ഷെയർ ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1/6 എന്നല്ലേ. അതിനെ നമുക്ക് 5/30 എന്ന് എഴുതാം, ഒരു കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂ റേഷ്യോ ഇങ്ങനെ വരും 15:10:5.
അത് ഒന്നും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ 3:2:1 എന്നുള്ളതാണ് പുതിയ റേഷ്യോ. ക്ലിയർ അല്ലേ? ഇതായിരുന്നു 2 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് 3 നിങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. അതായത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്തൊക്കെയാണ്? ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന ഫാക്ടേഴ്സാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് എഴുതാം മക്കളെ? ഫേവറബിൾ ലൊക്കേഷൻ എഴുതാം, നേച്ചർ ഓഫ് ബിസിനസ് എഴുതാം, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്, ടൈം ഫാക്ടർ. പിന്നെ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാവുന്ന പോയിന്റുകൾ തന്നെയാണ്. ഓക്കെ, ഒരു ഫേമിൻ്റെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയായിരുന്നു 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ചാനൽ, നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്